നീണ്ട വർഷത്തെ കാത്തിരിപ്പിനു കൂടിയാണ് പുതിയ ബി.ജെ.പി. സംസ്ഥാന കാര്യാലയം പ്രവർത്തനം തുടങ്ങുന്നതോടെ അവസാനമാകുന്നത്. ഇക്കാലയളവിൽ ബി.ജെ.പിക്കായി പ്രവർത്തിച്ചവരെല്ലാം ആത്മസംതൃപ്തിയിലാണ്. പുതിയ തുടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് കേന്ദ്രമന്ത്രിയും മുൻ സംസ്ഥാന അധ്യക്ഷനുമായ വി മുരളീധരൻ പറഞ്ഞു. മാറുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ബി.ജെ.പിയുടെ പുതിയ ആസ്ഥാനം മിഴി തുറന്നത്. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ് അവസാനിച്ചതോടൊപ്പം പുതിയ മാറ്റങ്ങൾക്ക് കൂടിയാണ് തുടക്കമാകുന്നത്. പുതിയ ആസ്ഥാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ബി.ജെ.പിക്ക് പുതിയ തുടക്കമെന്ന് കേന്ദ്രമന്ത്രിയും സംസ്ഥാന മുൻ അധ്യക്ഷനുമായ വി മുരളീധരൻ പറഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടി പുതിയ ആസ്ഥാന മന്ദിരത്തിലേക്ക് പ്രവർത്തനം ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഇത് ഒരു പുതിയ തുടക്കം ആയി മാറും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ് സഫലമായെന്ന് ബി.ജെ.പിയുടെ ആദ്യകാല സംസ്ഥാന അധ്യക്ഷൻ കെ രാമൻപിള്ള കൂട്ടിച്ചേർത്തു. ജീവിതത്തിലെ ഏറ്റവും സംതൃപ്തികരമായ ഒരു നിമിഷമാണിത്. അപ്പം അതിനെ പുനരുദ്ധരിക്കാൻ പാർട്ടിയുടെ കേന്ദ്ര ഘടകവും സഹായിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു വലിയ സംതൃപ്തി ജീവിതത്തിൽ ബി.ജെ.പിയുടെ പ്രവർത്തനത്തിന്റെ സുപ്രധാന ചുവടുവയ്പാണ് പുതിയ ആസ്ഥാന കാര്യാലയമെന്ന് സംസ്ഥാന മുൻ അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കി. പ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു ചുവടുവയ്പാണ് വാസ്തവത്തിൽ ഈ നിമിഷത്തിൽ കാണാൻ കഴിയുന്നത്. കേരളത്തിൽ ഉടനീളമുള്ള പ്രവർത്തകരുടെ അഭിമാനകരമായ നിമിഷമാണ്. പ്രവർത്തകരുടെ ചിരകാല അഭിലാഷം സഫലമായെന്നായിരുന്നു മുൻ അധ്യക്ഷൻ C.K. പത്മനാഭന്റെ പ്രതികരണം. എല്ലാവരുടെയും വലിയ ഒരു ചിരകാല അഭിലാഷമായിരുന്നു ഇങ്ങനെ ഒരു കാര്യാലയം വേണമെന്നത്. ആ അഭിലാഷം ഇപ്പോൾ പൂർത്തിയായി. ഇനി വരാൻ പോകുന്ന നാളുകളിലെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അത് വളരെ ആധുനികമായിട്ടുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും അത് ഫലപ്രദമായി പ്രയോഗിച്ച് അത് വിജയിപ്പിക്കുന്ന ഒരു പുതിയ രീതിയിലാണ്. അതിന് ഉതകുന്ന തരത്തിലുള്ള അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യാലയമാണ്. നൂറുകണക്കിന് കാര്യകർത്താക്കളുടെ ഓർമ്മകൾ കൂടി പുനർജനിക്കുന്നുവെന്ന് സംസ്ഥാന മുൻ അധ്യക്ഷൻ P.K. കൃഷ്ണദാസും പറഞ്ഞു. ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ KG മാരാർജിയുടെ നാമധേയത്തിലുള്ള ഈ കാര്യാലയത്തിന്റെ ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ഇത് വലിയ പ്രേരണ നൽകുന്നു, ഒരു ആത്മവിശ്വാസം നൽകുന്നു, ആവേശവും നൽകുന്നു. ജനം, തിരുവനന്തപുരം.